ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ 9-ാം തീയതി നടന്ന LP സ്കൂൾ ടീച്ചറിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാറ്റേൺ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ആ ഭാഗങ്ങൾ കൂടുതൽ നോക്കി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. താഴെ പറയുന്നവരിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ടവരയുടെ പ്രസിദ്ധീകരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2, 4 എന്നിവയാണ് പ്രസിദ്ധീകരണമല്ലാത്തത്. അതായത് 2 അഭിനവ കേരളം, ആദിഭാഷ. കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ. ഇലക്ട്രിസിറ്റി സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? RK ഷൺമുഖം ചെട്ടി. ഇലക്ട്രിസിറ്റി സമരം RK ഷൺമുഖം ചെട്ടി. ആ ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗംഗാ തീരത്ത് നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തേംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്നു. ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചത് ആര്? ജോൺ സള്ളിവർ. ഗംഗാ തീരത്ത് നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തെംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞത് ജോൺ സള്ളിവൻ. ഖുദേ ഖിദ്മത്ഗർ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ സുപ്രധാന ഇടം നേടിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖുദേ ഖിദ്മത്ഗർ, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസോപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ്? ഇനന്ന. യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസോപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ഇനന്നയാണ്. താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. രാഖി ഗാർഹി, മധ്യപ്രദേശ്. അതാണ് തെറ്റായ ജോഡി. US ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻഷു ശുക്ല. താഴെ പറയുന്നതിൽ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ ഭോജ്പുരി. ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട് രചന നടത്തിയത്? മലബാർ കലാപം. പടപ്പാട് രചന നടത്തിയത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് പടപ്പാട് രചന നിർവഹിച്ചത്. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം 11 ജനുവരി 1809. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം 11 ജനുവരി 1809. ചുവടെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. സൂററ്റ് പിളപ്പ്, ലക്നൗ കരാർ, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ട പർവ്വതനിരകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2 മാത്രമാണ് ശരിയല്ലാത്തത്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏത്? ആരവല്ലി. താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം? മഹാനദി, കൃഷ്ണ. 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ക്യാബിനറ്റ് മിഷൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമൂഹ ശാസ്ത്ര പഠന ക്ലാസ് ആരംഭിച്ച സർവകലാശാല ബോംബെ സർവകലാശാല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമൂഹ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാലയാണ് ബോംബെ സർവകലാശാല. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ പ്രഭാവോ സുബിയാന്തോ.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുലശേഖരപട്ടണം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുലശേഖരപട്ടണം. നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത് ഹൈഡ്രജൻ. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നേത്രവിദഗ്ധൻ കണ്ണട വാങ്ങാനായി കൊടുത്ത കുറിപ്പിൽ ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? B ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം. അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയുണ്ട്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 0.5 സെൻറ്റിമീറ്റർ ആണ്. 1ഉം 2ഉം ആണ്. ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. 1ഉം 2ഉമാണ് വരുന്നത്. അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയുണ്ട്. ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കറണ്ടിലേക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനം ഏതാണ്? RCCB. വായുവിൽ 50 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 30 കിലോഗ്രാം വെയിറ്റ് ആണ്. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായതേത്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും 8 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ പെർ സെക്കൻഡുമായി. ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം 200 മീറ്റർ. ഒരു കാറും അതിൻ്റെ ഇരട്ടി മാസുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജത്തിൽ നേർദിശയിൽ പോകുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ലോറിക്ക് കാറിനേക്കാൾ മൊമെൻറ്റം കൂടുതലായിരിക്കും. നീളത്തിൻ്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ C ആണ് വരുന്നത്. പാർസക്, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. 2025 ജനുവരി 29 ISRO NVA-02 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായതേത്? 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. GSLV F-12 എന്ന റോക്കറ്റാണ് NVA-02 വിക്ഷേപണത്തെ വഹിച്ചു കൊണ്ടുപോയത്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് മാസ് സംഖ്യ. ഒരു പ്രോട്ടോൺ C14-6 പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകളുടെ എണ്ണം യഥാക്രമം എഴുതുക. ഓപ്ഷൻ A ആണ്. പ്രോട്ടോൺ 6, ന്യൂട്രോൺ 8, ഇലക്ട്രോൺ 6. അലൂമിനിയത്തിൻ്റെ മുഖ്യ അയിരാണ് ബോക്സൈറ്റ്. താഴെ പറയുന്നതിൽ ഏതിലാണ് എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? വിനാഗിരി. ആരാണ് ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത്? ജോസഫ് പ്രീസ്ലി. ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മൂലം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയും ഡാഷായി നിശ്ചയിച്ചിരിക്കുന്നു. 0 വോൾട്ട്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം ഉള്ള കാർബണിക സംയുക്തത്തിനൊരു ഉദാഹരണമാണ് C2H4. ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിൻ്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഹെൻറി നിയമം. താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത്? നിറം. മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിൻ്റെ പേരെന്ത്? ടെക്ടോറിയൽ സ്തരം. ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറംപാളിയുടെ പേര് പോഷകാരകം. തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്ന ജീവികൾ ചെമ്മീൻ, തേനീച്ച. കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്തിൻ്റെ പേര് കർണപാർശ്വഗ്രന്ഥികൾ. ജീനിൻ്റെ ബഹുമുഖത്വം എന്ന സ്വഭാവത്തിന് ഉദാഹരണം ഫീനൈൽ കീറ്റോൺ യൂറിയ. ചില ലൈംഗിക പകർച്ചവ്യാധികളുടെ പ്രത്യേകത 2, 3 ശരിയെന്നുള്ളതാണ്. പറങ്കിപ്പുണ്ണ് പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് B പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയില്ല.
1 4 തെറ്റുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൊണേറിയ പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയില്ല, തെറ്റാണ്. ജെനിറ്റൽ ഹെർപ്പീസ് പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയും, അതും തെറ്റാണ്. WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? 73%. അസ്പ്രോസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിൽ ഉള്ള ധർമ്മമെന്ത്? കരളിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. 47ന്റെ ആൻസർ 1/2 the whole raised to -1 + 2/3 the whole square minus 3/4 the whole raised to 0 the whole raised to -2ന്റെ ആൻസർ വരുന്നത് 81 -81/169. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 9. നെക്സ്റ്റ് 49th ക്വസ്റ്റ്യൻ -a + d a + 2d a + 30d എന്ന സമാന്തര ശ്രേണിയുടെ ശരാശരി -a + 15d. -x/3 = y/4 = z/7 ആണെങ്കിൽ x + y + z z എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് 2:1. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എത്ര? 70 സെൻറ്റിമീറ്റർ. താഴെ തന്നിരിക്കുന്ന ഒരു ശരിയായ പ്രസ്താവന ഏത്? -6% <= 0.09. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 60% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? -37.5%. തുടക്കത്തിൽ 70 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ഓരോ 2 മണിക്കൂറും വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നെങ്കിൽ കാർ 345 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 4.5 മണിക്കൂർ. -4.5 മണിക്കൂർ. സമയം എത്രയാണ്? 4.5 മണിക്കൂർ. എയുടെയും ബിയുടെയും ഉസാഖയും ലസാഗുവും യഥാക്രമം എക്സും വൈയുമാണ്. കൂടാതെ a + b = x + y ആണ്. x² + y² = a² + b². ab² the m = 2ab + 5b² - 2ab + 5b² ആണെങ്കിൽ എമ്മിൻ്റെ വില എത്രയാണ്? 40 ആണ്. ഇത് വെറുതെ 40 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. -40 അല്ല, +40 ആണ്. ഒരു കരാറുകാരന് ഒരു നിശ്ചിത ജോലി നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. എന്നാൽ 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ആ ജോലി 15 ദിവസത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളാണ് ജോലി ചെയ്യേണ്ടിയിരുന്നത്? 15 പേര്. അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധിക തുക നൽകേണ്ടി വരും? 43.20 രൂപ. 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഇരുമ്പ് കുളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. കമ്പിയുടെ നീളം കണ്ടെത്തുക. 457.33. 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വസ്ത്ര വ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വന്നിരുന്നു. അയാളുടെ ലാഭനഷ്ട ശതമാനം 8.1/3% നഷ്ടം. പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന തെറ്റുകൾ വരുത്തുന്നതിന് കാരണം ഓപ്ഷൻ ബി ആണ് ഡിസ്ഗ്രാഫിയയും ഡിസ്ലെക്സിയയും. താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ? ഓപ്ഷൻ ഡി 2, 3, 4. കളിപ്പാട്ടങ്ങളും മറ്റു വസ്തുക്കളും നിരനിരയായി വെക്കുക. ആശ്ലേഷണം, ലാളന തുടങ്ങിയ ശാരീരിക സ്പർശങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക. കൈകളും ശരീരഭാഗങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക. ആമോദിന് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനും മോഡലുകൾ നിർമ്മിക്കുന്നതിനും അതിസാമർഥ്യമാണ്. ഏത് ബുദ്ധിയിലാണ് അവൻ മികവ് പുലർത്തുന്നത്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി. താഴെ പറഞ്ഞതിൽ ഗിൽഫോർഡ് മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏത്? ത്രിമുഖ സിദ്ധാന്തം. താഴെ പറഞ്ഞതിൽ ശരിയായ പട്ടിക ഏത്? ശാരീരിക ചാലക വികാസം ഹാർലോക്ക്, വികസന പ്രവൃത്തി ഹാർവി ഗസ്റ്റ്, മാനവ വികസന തത്വശാസ്ത്രജ്ഞൻ അർണോൾഡ് ഗസേൽ, വിഭജിത ബോധന തത്വം ഏണസ്റ്റ് ആർഹിൽഗാർഡ്. താഴെ പറഞ്ഞ ടെസ്റ്റുകൾ എന്ത് കണ്ടെത്തുന്നതിനാണ്? മിനിസോട്ട മെക്കാനിക്കൽ കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, മിനസോട്ട മെക്കാനിക്കൽ അസംബ്ലി, ഓക്കോഡർ ഫിംഗർ ഡെക്സ്റ്ററിറ്റി, കോക്സ് ഓർലിസ് പ്രഗ്നോസ്റ്റിക് ടെസ്റ്റ്. അഭിക്ഷമത. അഭിപ്രേരണയെ നിർണ്ണയിക്കുന്നത്
മുകളിൽ പറഞ്ഞവയെല്ലാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. താഴെ പറയുന്ന പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? മെൻഡൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്രഷറുടെ വ്യക്തിത്വത്തിൻ്റെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് 1, 3 പിക്നിക്സ്, അസ്തനിക്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സഹവർത്തിത പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം? 2, 3, 5. ഒരു സംഘം പഠിതാക്കൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകർ നിശ്ചയിക്കും. അധ്യാപകർ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നു. 72ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികൾ പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിൻ്റെ സവിശേഷതയാണ് സചേതന ചിന്ത? പ്രാക് മനോ വ്യാപാരഘട്ടം. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ. ഓപ്ഷൻ സി 1, 3, 4. ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39(e)യും F. ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിൻ്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതയിൽ ഉൾപ്പെടുന്നു? മുഖ്യ സവിശേഷതകൾ. വികലാംഗ ആക്ട് നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നിലവിൽ വന്നത്? നവോദയ വിദ്യാലയങ്ങൾ, ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നറിയപ്പെടുന്നത് ഏത്? യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. 1948 ഏപ്രിൽ 7 നിലവിൽ വന്ന ഏജൻസി? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കേരള പാഠ്യപദ്ധതി സമീപന രേഖയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 4, 6. ശിശു കേന്ദ്രീകൃതം, ചാക്രികം, പ്രക്രിയാധിഷ്ഠിതം. താഴെ കൊടുത്തിരിക്കുന്ന ഒരു വിചാരണധാരയിൽപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ. 81ാമത്തെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് കറക്റ്റ്ലി യൂസസ് ആൻ ആർട്ടിക്കിൾ? ദേ സ്റ്റേയ്ഡ് അറ്റ് എ ഹോട്ടൽ നിയർ ദ സീ. 82. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ്. ഓപ്ഷൻ ബി നെയ്തർ ഹി നോ ഹിസ് വൈഫ് വാസ് ദർ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ ആം fond of. Which of the following is a phrasal verb? Option D ആണ് look into. Rewrite the sentence using the correct form of a gerund. To see is it to believe? Option C ആണ് വരുന്നത്. Seeing is believing. Which of the following is an example of determiner? Several. In which of the following sentence is the auxiliary verb correctly used? They have finished their duty. What are the fundamental abilities required for effective language learning? Option C acquiring, listening, speaking, reading and writing skills. 89th question. A great literary or artistic work is known as magnum opus. 19th question. The key objective to build a strong foundation in communication skill. Option A ആണ് വരുന്നത്. 2, 3 ആണ് വരുന്നത്. Develop writing and speaking skills. Improve listening and understanding. സഹരക്ഷകർത്തൃത്വം, മെൻറ്ററിംഗ് ലക്ഷ്യമാക്കുന്നത് എന്ത്? വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിയും വ്യക്തിവികാസവും ഉറപ്പുവരുത്തുക. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ ധർമ്മപുരാണം. അധ്യാപക കഥകൾ രചിച്ചതാര്? അക്ബർ കക്കട്ടിൽ. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വൻ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം ഇവ തയ്യാറാക്കേണ്ടത് അധ്യാപകർ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയതാര്? ലളിതാംബിക അന്തർജനം. നിന്നുപോയി എന്ന പ്രയോഗത്തിലെ പോയി എന്ന പദം ഏതു വിഭാഗത്തിൽപ്പെടുന്നു? അനുപ്രയോഗം. സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോംസ്കി. സമ്പത്ത് പ്ലസ് രംഗം ചേർത്തെഴുതുമ്പോൾ സമ്പദ് രംഗം. ഓപ്ഷൻ എ. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.